ഇതൊരു ഡേ ഇൻ മൈ സ്കൗട്ട് ക്യാമ്പ് വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ സ്കൗട്ട് ക്യാമ്പിൽ ഞങ്ങൾ ആസ് യൂഷ്വൽ നമുക്ക് വേക്കപ്പ് കോൾ വരുന്നത് 5:30ക്കാണ്. നമ്മുടെ വേറെയുള്ള ട്രൂപ്പ് മെമ്പേഴ്സൊക്കെ നമ്മളെ വന്നിട്ട് നമ്മുടെ ഹട്ടിൽ വന്ന് നമ്മളെ വിളിക്കും. എന്നിട്ട് ഒരു 6 o'clock ആകുമ്പോൾ നമുക്ക് എക്സസൈസ് ഉണ്ട്. ഒരു കോമൺ അസംബ്ലി പോയിൻ്റ് വെച്ചിട്ട് എക്സസൈസ് നടത്താം. ഹലോ തങ്ങൾ. ഗുഡ് മോർണിംഗ് തങ്ങൾ. ഓക്കെ, അപ്പം 7:30 6 വേഗം പോകണം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. സിജോ സാറ് ഡ്രസ്സ് ചെയ്തോട്ടോ, വേഗം വന്നോ. എല്ലാവരും അവരുടെ ടെൻറ്റിൽ നിന്ന് യൂണിഫോമൊക്കെ ചെയ്ത് ഇറങ്ങി വരുന്നത്. ഞാൻ സോക്സ് ഇട്ടിട്ടില്ല, കാരണം ഇന്നലെ മഴ നനഞ്ഞിട്ട് സോക്സ് കംപ്ലീറ്റ് നനഞ്ഞിരിക്കണം, ഇടാൻ പറ്റില്ല. സോക്സ് ഇട്ടില്ലെങ്കിലും പ്രശ്നമാണ്. ഇവിടെ ചെക്ക് ചെയ്യും സോക്സൊക്കെ ഉണ്ടോ, അപ്പോൾ പറയണം. ബ്രേക്ക്ഫാസ്റ്റ് ഗ്ലാസ് കണ്ടുപിടിക്കാം. പുതിയ ഗ്ലാസ്സാണ്, ഗ്ലാസ് കാണട്ടോ കൃഷ്ണ. ഗ്ലാസ് കണ്ടുപിടിക്കണം പിന്നെ പുതിയ ബ്രാൻഡ് ന്യൂ ഗ്ലാസ് ആണ്. ഈ ഒരു കുറച്ച് ഏരിയ അടിക്കുമ്പോഴേക്കും കതച്ച് പണിയായി ബാക്കി. അപ്പോഴേക്കും സിജോ വന്നു, ബാക്കി സിജോ അടിക്കുന്നുണ്ട്. ആദ്യം സഹൽ അടിച്ചു, പിന്നെ ഞാൻ, ഇപ്പോൾ സിജോ. ആ സൈഡിലേക്ക് കൂട്ടിയാൽ മതി. എല്ലാവരും അവരവരുടെ ടെൻറ്റ് ക്ലീൻ ചെയ്യുകയാണ്. പറഞ്ഞില്ല ഇൻസ്പെക്ഷൻ ഉണ്ടാവുന്നു. ഇപ്പോൾ ഇൻസ്പെക്ഷൻ ഇപ്പോൾ എത്തും. 8:15 ഇൻസ്പെക്ഷൻ വരിക. ഷെയ്ജാമൻ കാര്യമായിട്ട് മുറ്റടിച്ചോരുന്നുണ്ട്. ഷെയ്ജാമൻ കുറ്റിപ്പുറം തവന്നൂർ ഗവൺമെൻറ് സ്കൂളിലത്തെ ടീച്ചറാണ്. കൃഷ്ണയുടെ വർക്ക് ചെയ്യുന്നു. സിച്ചോ ഷമിനി വയ്യല്ലേ, റൂമിലല്ലേ. ഈ ഡ്രൈ പിറ്റും വെറ്റ് പിറ്റും ഏകദേശം പോയില്ലേ ഗ്ലാസ്. ഇത് കൊതുക് വളർത്തൽ കേന്ദ്രമാവും ഈ ചിരട്ടിലെ വെള്ളം നിന്നിട്ട്. സംഭവം നമ്മൾ ഉറിയാണെങ്കിലും അടുപ്പ് നനഞ്ഞു. ഇന്ന് ത്രേസ്യാമൻ പറയുന്നുണ്ട് എന്തെങ്കിലും ഗാഡ്ജറ്റ്. സിജ ചെയ്യും പറഞ്ഞാൽ മതി. മാഡം പറയാം, സിജോട് പറഞ്ഞാൽ മതി, അവൻ ചെയ്തോളൂന്ന്. ഇപ്പം പറയാം. ഞാൻ റിഫ്രഷൻ കൊടുക്കാൻ പോയപ്പോൾ. കൃഷ്ണ എന്താ എഴുതണം? റേവൻസ് മെമ്പേഴ്സിൻ്റെ പേര്, റേവൻ എന്ന ടീമാര്. ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. ഉള്ളിൽ വൃത്തി ക്ലീൻ ആക്കണ്ടെങ്കിൽ ഫ്ലാഗ്. ഓക്കെ. നമ്മൾ ഇന്നിവിടെ വെയിറ്റ് ക്ലാസ് വെക്കുന്നില്ല. ഇന്ന് സാർമാരല്ലേ വരുന്നത് ഇൻസ്പെക്ഷന്, ലീഡേഴ്സ് അല്ലല്ലോ. അതൊക്കെ വെക്കാം. ഇതിനൊക്കെ പോയിൻ്റ് ഉണ്ട്. നല്ല സ്കോർ ചെയ്യുന്ന ടീമിന് നമ്മൾ അസംബ്ലിയിൽ അപ്രീസിയേഷനും കണ്ടു. അവർ ആ ടീമുണ്ടല്ലോ, അവർ കാറ്റ്സാന്ന് തോന്നുന്നു ട്രൂപ്പ്. അവർ ഭയങ്കര എല്ലാ ദിവസവും ഓരോരോ ഗാഡ്ജറ്റ്സ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഹഫ്സൊക്കെ ഇന്ന് എഴുത്ത് പരിപാടികളാണല്ലേ. ഞങ്ങളുടെ ടീമിൽ കൃഷ്ണ, എൻ്റെ ഫ്രണ്ട്, ഇവിടെ ചെയ്യും. നിങ്ങൾ ആലിയ സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര എഴുത്തുകാരാണ്. നോട്ടീസ് ബോർഡിലുള്ളതാ. എൻ്റെ പേര് തന്നെ ദർവേഷ് ബാബു. ജോജോ സ്കൂളിൽ സ്മാർട്ടാണ്, പക്ഷെ ഇവിടെ വന്നപ്പോൾ നല്ല ലേസി ആയിക്കണം. സ്കൂളത്തെ പോലെ തന്നെ അഭിനയം തന്നെ, പണിയെടുക്കണ പോലെ അഭിനയിക്ക. ഇജോന്നാ സത്യം. ഇന്നല്ലേ ജനറൽ മീറ്റിംഗ്, നല്ല മന്തിയും അൽഫാമൊക്കെ മിസ്സായി, അത്രേ ഉള്ളൂ. കോഴിക്കോട്ടുകാരി. കോഴിക്കോട്ടല്ലല്ലോ, കോഴിക്കോടല്ലേ?
നിങ്ങൾ തുടക്കൂലേ അതാണ് ഇന്നലെ മാം പറഞ്ഞത്. ഒരു ഡെന്നി കയറിയപ്പം വാവ് ഫീലിംഗ് തോന്നിയെന്ന്. നിങ്ങളതായിരുന്നത് ഇന്നലെ പറഞ്ഞല്ലോ അസംബ്ലിയിൽ. ഒരു ജഡ്ജ് പറഞ്ഞില്ലേ ഒരു ഡെന്നിൽ കയറിയപ്പം വാവ് ഫീലിംഗ് തോന്നിയെന്ന്. നിങ്ങളുടേതാ ഞാൻ ചോദിച്ചു പോയിട്ട് മാമിൻ്റെ അടുത്ത് കഴിഞ്ഞപ്പോൾ. മോട്ടിവേറ്ററാണ് അല്ല കാര്യം പറഞ്ഞതാട്ടോ നിങ്ങൾ തന്നെ ആയിരുന്നു. ആ ലീഡേഴ്സ് ഷിജാമേ പൊക്കോ വിളിക്കുന്നുണ്ട്. വിസില് സൗണ്ട് കേൾക്കാറുണ്ട്. ട്രാവൻസ് പോയി ഇനി പുതിയത് വെക്കൂ. ഇത് വേണ്ട. അതുപോലെ ഈ പേപ്പേഴ്സൊക്കെ എവിടെ വെക്കണ്ടെന്ന് അറിയോ? ഡ്രൈ പിറ്റിലിട്ടോ. സിജോ ഷഹൽ ഗേറ്റിൽ വേണ്ട. അയ്യോ ഇതടച്ച് റൂഫ് അടിച്ചിട്ടില്ല. ചൂല സാറ് എന്ന് പറഞ്ഞതാ ശശി സാറ് റൂഫ് അടിക്കണമെന്ന്. ഞാൻ അടിച്ചുതരാം. അതെ റൂഫ് അടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളെ ഉണ്ടാവും നമുക്ക് ഇതുപോലെ. നമ്മൾ നാളെ പോവല്ലേ? ചൂലുണ്ട് വേറെ അല്ല. ഇനി പ്രശ്നം എന്താ അറിയോ? റൂഫ് അടിച്ചതൊക്കെ താഴെ വിടൂല്ലേ. ഇപ്പോൾ സിജൊക്കെ ക്ലീൻ ചെയ്തിട്ടാണ് ഈ റൂഫ് അടിക്കാൻ പറഞ്ഞിട്ട് ശശി സാറെന്ന് വന്നപ്പോൾ പ്രത്യേകം പറഞ്ഞു റൂഫിലുള്ള കച്ചറൊക്കെ അടിക്കണമെന്ന്. ഞാൻ ഇന്നലെ ക്ലീൻ ചെയ്തിട്ട് റൂഫ്. ഇപ്പം ഇന്നലെ മഴ പെയ്തപ്പോൾ ഇതൊക്കെ ഉണ്ടായി. ആഷ്പിറ്റ് എഴുതണം. ഇന്നെങ്കിലും നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു. എന്താണ് ടെനൻറ്റ് ഇന്ന് ഗാഡ്ജറ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഈ ഗാഡ്ജറ്റ് ഇന്നലെ ഇവരാരും കണ്ടിട്ടില്ല. അപ്പൊ ഇന്ന് പറയാ ഇന്നുണ്ടാക്കിയതാണ്. അല്ലെങ്കിൽ നോട്ടീസ് ബോർഡ് ഏതെങ്കിലും ഒന്ന് ഗാഡ്ജറ്റ് ഇന്നുണ്ടാക്കി. സാർമാര് വന്ന് ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് നല്ലത്. അവരാകുമ്പോൾ നമുക്ക് ഒരു പറഞ്ഞു കൊടുക്കുന്നതിന് കാര്യമുണ്ട്. സാർമാർ അവിടെ ഉള്ള ഒരു ഫ്ലാഗൊക്കെ അറേഞ്ച് ചെയ്യുകയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് അവർ ഇൻസ്പെക്ഷന് വരും. 8:15 ഷാർപ്പ് ടൈം ആവാറായി. യൂണിഫോം അപ്പോൾ എല്ലാ മെമ്പേഴ്സിൻ്റെയും യൂണിഫോം കറക്റ്റായിരിക്കണം. നമ്മുടെ നമ്മൾ താമസിക്കുന്ന ഡെന്നെന്ന് പറയും. അപ്പോൾ ഡെന്നിൻ്റെ അകത്തും പുറത്തും സറൗണ്ടിങ്സും ഒക്കെ ക്ലീന് നീറ്റാക്കും എന്നൊക്കെ ചെക്ക് ചെയ്യും. നമ്മൾ 7 ടീച്ചേഴ്സ് ഉണ്ടെന്ന്. ഇവർ 7 പേര് ഓരോരുത്തരും ഇങ്ങനെ മാർക്കിടാം. ഗാഡ്ജറ്റ്സിന് ഈ കോഴിക്കോട്ടുകാർ എപ്പോഴും ഇങ്ങനെ ചൂരും പിടിച്ച് കിടക്കാം അങ്ങോട്ടും ഇങ്ങോട്ടും. പിന്നെ ഞങ്ങൾ നാളെ ലാസ്റ്റ് ഡേ 7 ദിവസം. ഇത് നമ്മുടെ വീട് പോലെ തന്നെ ആയി അല്ലേ? എത്ര ദിവസമായപ്പോൾ? ഞാനിവിടെ ജോയിൻ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇവർ മാത്രം വർക്ക് ചെയ്യും. ഇവർ മാത്രം ചെയ്യുന്നത്. പെർമിഷൻ ഉണ്ട്. സോക്സ് Runs, patrol, Southern. Listen. ഇൻസ്പെക്ഷൻ കഴിഞ്ഞു. ഇന്ന് ഇൻസ്പെക്ഷൻ നടത്തിയത് ട്രൂപ്പ് ലീഡേഴ്സാണ്. ഓരോ ട്രൂപ്പിലെ ലീഡേഴ്സ്. സാധാരണ സാറന്മാരാണ് നടത്താറുള്ളത്. അപ്പോൾ ഇത് ഞങ്ങൾക്കൊന്നും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട കാര്യങ്ങളായതുകൊണ്ട് ഞങ്ങളെ കുറേ കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, ട്രൂപ്പ് ലീഡേഴ്സിനെ കൊണ്ടാണ് ഇന്ന് ചെയ്യിപ്പിച്ചത്. എന്നിട്ട് സാർമാർ പിന്നെ വന്നു. ഇനി ബുക്കും പെന്നും എടുത്തിട്ട് ഫ്ലാഗ് ഹോസ്റ്റിന് പോകണം. അത് കഴിഞ്ഞ് സെഷൻ. ഭീഷണിയാണ് കൃഷ്ണ. തന്നെ ഇതൊക്കെ വെച്ചു.
ബുക്കൊക്കെ ഇവിടെ വെക്കല്ലേ. ബുക്ക് എടുക്കാൻ മറക്കണ്ട കേട്ടോ ആരും. പിന്നെ എല്ലാവരും ഓരോ ട്രൂപ്പിൽ നിന്ന് വരുന്നുണ്ട്. ഇനി ഇവിടെയാണ് ഫ്ലാഗ് ഹോസ്റ്റ് നടക്കാം. പെട്രോൾ എന്ന് പറയുമ്പോൾ ഗ്രൂപ്പ് ഓരോ പെട്രോൾസായിട്ട് നിൽക്കും. ഞങ്ങൾ പെട്രോൾ റേവൻസ്. ഇവിടെയാണ് നമ്മുടെ പൊസിഷൻ. നമ്മുടെ പെട്രോൾ കോർണറാണത്. ആ അല്ല, എല്ലാ പെട്രോളും ഇങ്ങനെ ഒരു പെട്രോൾ കോർണറുണ്ട്. വുഡ് പ്ലാങ്ക് കൊണ്ട് സ്വിച്ചൊക്കെ ഉണ്ടാക്കി ഇരിക്കും. ഇതാണ് ഞങ്ങളുടെ പെട്രോൾ കോർണർ. ഇങ്ങനെ 4 കോർണറിൽ കൃഷ്ണ പോയിരുന്നു. ഇത് പെർമനന്റ് കോർണറാ. ഷമ്മിനില്ലല്ലേ? ഷമ്മിൻ ആ ഇവിടില്ലല്ലോ ഷെഫിനി. ഓക്കെ, ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളുടെ കൗൺസിലറാണ്. ഓരോ ട്രൂപ്പിനും ഓരോ കൗൺസിലേഴ്സ് ഉണ്ട്. ഞങ്ങളുടെ കൗൺസിലർ ത്രേസ്യാമ്മ, ഞങ്ങളുടെ മമ്മി, ഞങ്ങളുടെ സ്വന്തം മമ്മിയാണ്. ബാബു സാറ്, അബ്ദുൾ റൌഫ് സാറ്, ശശി സാറ്, ഹരികൃഷ്ണൻ സാറ്, ലൂയി സാർ എവിടെ? ഹരികുമാർ. ഞാൻ ആ ട്രൂപ്പിനെ പോയി എടുക്കട്ടെ, ഒരു മിനിറ്റ്. ഇത് സെക്കൻഡ് ട്രൂപ്പ്. ഇങ്ങനെ ഓരോ ട്രൂപ്പിനും ഓരോ കോർണേഴ്സ് ഉണ്ട്. യെസ്, നിങ്ങൾ ട്രൂപ്പിൻ്റെ പേരെന്താ? കാറ്റ്സ് അല്ലേ? ആ ഓൺസ് ഇടും. ആ ഇങ്ങനെ ക്ലാപ്പ് കേട്ട ഉടനെ പോകണം നമ്മൾ. ചീത്ത കേൾക്കാണോ ഈ സമയത്തും? ഈ കംപ്ലീറ്റ് പ്രൊസീജിയറും വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ തന്നു. അപ്പം അതുകൊണ്ട് എങ്ങനെയാണ് പ്രൊസീജിയർ നോക്കാം. करदान भक्ति का हमें परवान देना, दया करदान हमारी आत्मा में शुद्ध देना। हमारे ध्यान में आओ प्रभु, आंखों में बस जाओ, मेरे दिल में आकर के परम ज्योति लगा देना। बहारो प्रेम की गंगा, दिलों में प्रेम का सागर, हमें आपस में मिलजुल कर प्रभु रहना सिखा देना। हमारा धर्म हो सेवा, हमारा धर्म हो सेवा, सदा ईमान हो सेवा, बना देना। वदन के वास पे जीना, वदन के वास जे मरना, वदन पर जान जागरना, प्रभु हमको सिखा देना। दया कर दान भक्ति का हमें परमात्मा देना, दया करना हमारी आत्मा में शुद्धता देना।
भारत स्काउट झंडा ऊंचा सदा रहेगा, ऊंचा सदा रहेगा, झंडा ऊंचा सदा रहेगा। मेरा रंग जगन विश्व भारत भारत का रास्ता, कमल में प्रतिज्ञा भूमि याद दिलाता, और चक्र करता है प्रतिबल आगे कदम बढ़ेगा। ऊंचा सदा रहेगा झंडा, ऊंचा सदा रहेगा। भारत स्काउट गाइड झंडा ऊंचा सदा रहेगा। സാർ, ഞാൻ കിച്ചൺ ആൻഡ് ഫിറ്റാണ് നോക്കിയത്. എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ടെൻറ്റിൻ്റെ കുറച്ച് വിട്ടിട്ടാണെന്നുണ്ടെങ്കിലും വളരെ വിസിബിളായിട്ട് കുറേ വേസ്റ്റ് കിടക്കുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം. താങ്ക് യു. നോക്കിയത് ഒന്ന് പങ്ക്ച്വാലിറ്റിയാണ്. പങ്ക്ച്വാലിറ്റി എന്നറിയില്ല. പങ്ക്ച്വാലിറ്റിയുടെ കാര്യത്തിൽ ഇന്നലത്തെ സ്റ്റാൻഡേർഡ് ഇന്നുണ്ടായിരുന്നില്ല. പെട്രോൾ ട്രൈ മറക്കണ്ട. പെട്രോൾ ഇൻസ്പെക്ഷൻ നടന്നു. ശേഷം 8:50 പതാക ഉയർത്തി 3 പെട്രോളുകൾ വിജയസ്ഥാനത്തെത്തി മെനക്ക് നേടി. നമ്മളാരും അന്യരല്ല നമ്മളാരും ഈ മണ്ണിൽ, അന്യരല്ല നമ്മളാരും, ഒന്നാണ് നമ്മളെല്ലാരും ഈ മണ്ണിൽ, ഒന്നാണ് നമ്മളെല്ലാരും ഈ മണ്ണിൽ, ഒന്നാണ് നമ്മളെല്ലാരും. അല്ലെങ്കിൽ അപേക്ഷ ഇത് അത് ബേസ് ബേസ് ബാക്കി നേരെ 90 മറക്കരുത്. ഏതാ ഇതിൽ കൂടെ വേണ്ട ആവശ്യമില്ല. 90 ഡിഗ്രി വെക്കുക. കയ്യിൽ പാഡ്. കിട്ടിയല്ലേ? കിട്ടിയോ? പിന്നെന്ത്? ആ പിടപ്പായി തോന്നണം. നിർത്തിയെന്ന് പറഞ്ഞ ഇല്ലാന്ന് പറഞ്ഞ ഏരിയ എന്ന് പറയുന്നത് താഴത്തെ ഫ്ലാഗ് ഏരിയയുടെ മുകളിലോട്ടുള്ള ഭാഗമാണ്. തുളുവിന് ആ ഫ്ലാഗ് ഏരിയ 6 വഴിയില്ലേ, അതിന് താഴോട്ടുള്ള ഭാഗം മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് പോയി ഇപ്പൊ തന്നെ എന്നാ ചെയ്യാം, നിങ്ങളുടെ രാജാവിനെ നിങ്ങൾ തെരഞ്ഞെടുത്തേച്ച് ഈ വിജയിക്കുന്നവർ എന്നാ ചെയ്യണം, രാജാവിന് കിരീടം വെച്ച് കൊണ്ടുവരണം. മനസ്സിലായോ? Oh!
നാളെയും കാണണ്ടേ നമ്മൾ നാളെയും കാണണ്ടേ നെയ്യപ്പം മുട്ടയും കൂട്ടി തട്ടിയിട്ട് നാണമില്ലേ ഇങ്ങനെ പറയാൻ നമ്മൾ നാളെയും കാണണ്ടേ അശാന്തി ഗ്രൂപ്പ് സിന്ദാബാദ് തോറ്റാലെന്താ വിറപ്പിച്ചില്ലേ ആശാന്തി നിങ്ങൾ ഈ സാധനം കണ്ടിട്ട് ഇങ്ങനെ പേടിച്ചോടെ നിങ്ങള് ഈ എത്ര പഴം മുറിച്ച് പറ്റുണ്ടെങ്കിൽ ഈ സാധനം പിടിക്കാൻ അങ്ങനെ ക്യാമ്പ് ഫയറോട് കൂടിയിട്ട് ആ ഒരു ദിവസം കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ BP6 എക്സസൈസ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയായിരുന്നു എല്ലാ ദിവസവും ഉണ്ടായിരുന്ന റൂട്ടീൻ, സെയിം റൂട്ടീൻ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്രയൊക്കെയാണ് ഞങ്ങളുടെ ഒരു ദിവസത്തെ സ്കൗട്ട് ക്യാമ്പിലെ ആക്ടിവിറ്റീസ്. ഒരുപാട് സെഷൻസും എക്സസൈസും കളിയും ചിരിയൊക്കെ ആയിട്ട് ക്യാമ്പ് ഫയറൊക്കെ ആയിട്ട് അവസാനിച്ചു.